ഈ പാറ്റാക്കൂട്ടത്തിൻ്റെ സമരം വിജയിച്ചത് എന്തുകൊണ്ടാണ്? ആ പാറ്റാക്കൂട്ടവുമായി ബന്ധപ്പെട്ട സമരത്തിന് ഒരു പുതിയ രൂപവും ഭാവവും മാനവും ഒക്കെ കൈവന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഓരോ പോയിന്റുകളും യഥാർത്ഥത്തിൽ എടുത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ ചർച്ച ചെയ്യൽ ഇത്തരം ചില ജനകീയ വിഷയങ്ങളെ സമീപിക്കുമ്പോൾ അതിൽ സർക്കാരുകൾ തിരുത്തേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന അത്രയും ശക്തി കൈവരിക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു ബോധ്യം അതിൻ്റെ മനസ്സിലാക്കലിലുണ്ട്. ഒരു സോഷ്യൽ ആക്ടിവിസം ഫ്രെയിം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ചില സോഷ്യൽ ചേഞ്ചിന് വേണ്ടി വർക്ക് ചെയ്യുന്നവർക്ക് ഇതൊരു ഗുണപാഠമായി ഉപയോഗിക്കാവുന്നതാണ്. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ല് തന്നെയാണ്, മടിയിൽ ഭാരമില്ലാത്തവന് വഴിയിൽ പേടി തോന്നേണ്ട കാര്യമില്ല. സാധാരണ ഈ സമരങ്ങളുമായൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ഇറങ്ങുന്ന സാധാരണക്കാരായ ഉത്തരേന്ത്യക്കാരുടെ വീടുകൾ ഒന്നെങ്കിൽ കുടിയടപ്പായിരിക്കും, രേഖയില്ലാതെ താമസിക്കുന്നതായിരിക്കും, ദരിദ്രരാണെങ്കിൽ അങ്ങനെ ഒരു ഫ്രെയിം വർക്കിൽ വരും. സമ്പന്നരും സെലിബ്രിറ്റികളുമാണെങ്കിലോ ഇഷ്ടംപോലെ സ്വത്ത്, EDയെ പേടി, CBIയെ പേടി, വരുമാനത്തെ പേടി, അങ്ങനെ പേടിപ്പിക്കത്തക്ക നിലയിൽ വലിയ വലിയ നേതാക്കളെ ജയിലിലിട്ട ഒരു മുൻകാല ചരിത്രം, രാജ്യത്തിൻ്റെ ധനകാര്യ ആഭ്യന്തരമന്ത്രിയൊക്കെ വഹിച്ചിരുന്ന ചിദംബരത്തെ പോലെ, ഇപ്പോഴത്തെ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെ പോലെയുള്ളവരെയൊക്കെ ജയിലിലിട്ട ഒരു ഭയം അവരെ വേട്ടയാടും. അപ്പോൾ അവർ നിശബ്ദരാവും, വഴങ്ങിക്കൊടുക്കും. പക്ഷേ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു ED പേടിയോ മറ്റെന്തെങ്കിലും പേടിയോ കയ്യിൽ ഒളിപ്പിച്ചു വെക്കാനോ കെട്ടിപ്പിടിക്കാൻ മുതലോ വകയോ ഒന്നുമില്ലാത്ത വണ്ണം, ഇനി അഥവാ അവരുടെ വീടുകളിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒന്നും പേരിൽ അവർ യാതൊരു കൺസേണും കാണിക്കാത്ത പ്രായം കൂടിയാണ് ഇതെന്നുള്ളത് കൊണ്ട് അവർ അത്തരം കാര്യങ്ങളിലൊന്നും വശംവദരായില്ല, വിരട്ടാൻ പറ്റിയില്ല എന്നതാണ് പ്രഥമവും പ്രധാനവുമായ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഈ സമരങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വലിയ തന്ത്രമാണ് ജാതി മത ജിഹാദി, വിദേശ ഗൂഢാലോചന, ചൈന പാകിസ്ഥാൻ, ഖത്തർ പോലെയുള്ള സംഗതികൾ ഒക്കെ ഉൾപ്പെടുന്ന വലിയ ഒരു അന്താരാഷ്ട്ര ശൃംഖലയുടെ ബന്ധം ഒക്കെ ആരോപിച്ച് കയറ്റിവിടാറുണ്ട്. ഇത്തരം കയറ്റലുകൾ ഒരു 40 കഴിഞ്ഞവരുടെ മനസ്സിൽ ചില ചിന്തകൾ ഉണ്ടാക്കും, ചില ഭയങ്ങൾ ഉണ്ടാക്കും, അതിനനുബന്ധമായ ചില സംഗതികളൊക്കെ വരും. പക്ഷേ ഈ ന്യൂ ജനറേഷൻ കുട്ടികളിൽ ഒരു ചുക്കും ചുണ്ണാമ്പും അവരിതിൽ വിശ്വസിക്കുന്നതേയില്ല. ഇതൊന്നും അവർ കേശുകയില്ല, ഇതൊന്നും അവർ മൈൻഡ് ചെയ്യുകയില്ല. സമരത്തിന് വേണ്ടി വന്ന മക്കളുടെ രക്ഷകർത്താക്കൾ പറഞ്ഞാൽ പോലും അവർ അത് മാതാപിതാക്കളാണെന്നൊന്നും നോക്കില്ല, അവരെ ആട്ടിപ്പായിക്കും. കാരണം അവരെ അങ്ങനെ അത് പറഞ്ഞ് വിൽക്കാനാവില്ല. നമ്മളിപ്പോൾ ഈ രാജ്യത്തൊക്കെ വായിക്കുന്നില്ലേ, ജിഹാദിനെ അങ്ങനെ ലവ് ജിഹാദ്, അങ്ങനെ ജിഹാദ്, ഈ ജിഹാദ്, ഇതെല്ലാം പാവപ്പെട്ടവൻ്റെ മേലാണ് പീഡനങ്ങളായി ഭവിക്കുന്നത്. വിദ്യാഭ്യാസവും ചുറ്റുപാടുമുള്ളവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഡേറ്റിങ്ങും കോലിവിങ്ങും കോഹാബിറ്റേഷനും അല്ലെങ്കിൽ ബാക്കിയുള്ള എന്ത് പേരിട്ടാണെങ്കിലും ലിവിങ് ടുഗദറും റിലേഷൻഷിപ്പ് ടുഗദറും സിറ്റുവേഷൻഷിപ്പും ഒക്കെ പറഞ്ഞ് അവർ ചേർന്നാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ആരൊക്കെയോ അങ്ങനെ വീഡിയോ ചെയ്തു, ഇങ്ങനെ വീഡിയോ ചെയ്തു, ഇവിടെ നിന്നെങ്ങാണ്ട് വയനാട് നിന്ന് ഒരുത്തം പോയി അവൻ കുറേ വട്ട് പറഞ്ഞു, ഇവിടുന്ന് വേറെ കുറേ പേര് പോയി വേറെ കുറേ ന്യായം പറഞ്ഞു, അത് കണ്ടു ഇത് കണ്ടു, കാനഡയിലെ പന്നത്തരം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വന്നിട്ടും അതൊക്കെ ഈ കേരളത്തിലെയും സാമൂഹ്യ മാധ്യമങ്ങളിലെയും ചില രോഗികൾ ഏറ്റെടുത്തതല്ലാതെ ഈ സമരത്തിൻ്റെ മുൻനിരയിൽ നിന്നവരാരും മൈൻഡ് ചെയ്തതേയില്ല. അതാണ് അതിലെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു ഫെൽറ്റ് നീഡായിരുന്നു. ഒരുപോലെ റിയൽ നീഡാണ്, ഒരുപോലെ ഫെൽറ്റ് നീഡുമാണ്. എന്ന് പറഞ്ഞാൽ വസ്തുതാപരമായി ഇപ്പോൾ സംഘപരിവാർ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരെന്നോ BJPക്കാരെന്നോ അല്ലാത്തവണ്ണം ഈ രാജ്യത്തെ മുഴുവൻ രക്ഷകർത്താക്കളും ഇതെന്തു പന്നപ്പണിയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഓരോ കുടുംബങ്ങളിലേക്കും എത്തിയ ഒരു ഗൗരവമുള്ള വിഷയമായിരുന്നു ഈ വിഷയം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ ഒരു മെറിറ്റിനെ സംബന്ധിച്ച് ആർക്കും ഒരു ന്യായവും പറയാൻ പറ്റില്ലായിരുന്നു. ആ മെറിറ്റിൻ്റെ സത്യം ഈ വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകമായി തീർന്നു. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ന്യായത്തിലും വേറെ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ പറയാനോ രംഗത്ത് വരാനോ കഴിയാത്തവണ്ണം ആരെന്ത് പറഞ്ഞാലും രാഹുൽ ഗാന്ധിയെ കുറ്റം പറയാം, പ്രതിപക്ഷത്തെ കുറ്റം പറയാമെന്നല്ലാതെ കുട്ടികൾ മുന്നോട്ട് വെച്ച ആ സംഗതിയെ കുറ്റം പറയാനാകാത്ത വിധം വളരെ കൃത്യമായിരുന്നു. നാലാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, ഇത് പരമ്പരാഗതമായി എല്ലാവരും ഇപ്പോൾ പറയുന്നത് പോലെ
ഇത് കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതായിരുന്നു, കോൺഗ്രസ് രംഗത്തിറങ്ങേണ്ടതായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മടിയിൽ ഭാരവുമായി നിൽക്കുന്ന എത്ര കോൺഗ്രസ്സുകാർ വഴിയിൽ പേടിക്കാതെ ഇത്തരമൊരു സമരത്തിന് ഇറങ്ങാൻ കഴിയുമെന്നത് വസ്തുതാപരമായി ആലോചിക്കണ്ടേ? ചിലപ്പോൾ ഒരു രാഹുൽ ഗാന്ധിക്ക് കഴിയും, ചിലപ്പോൾ ഒരു പ്രിയങ്ക ഗാന്ധിക്ക് കഴിയും, ഒരു KC വേണുഗോപാലിന് കഴിയും, ഒരു ഗാർഗയ്ക്ക് കഴിഞ്ഞെന്ന് വന്നേക്കും. അങ്ങനെയുള്ള വിരലിലെണ്ണാവുന്നവരൊഴിച്ച് എല്ലാവരും അവരവരുടെ നല്ല കാലത്തും അല്ലാത്ത കാലത്തും സമ്പാദിച്ചു വെച്ചത് പലതലത്തിലും കുഴിച്ചിട്ടിരിക്കുമ്പോൾ എത്ര പേർക്കാണ് ഇതുമായി സംഘടിപ്പിക്കാൻ പോലും രംഗത്തിറങ്ങാൻ കഴിയുക? അതുകൊണ്ട് തന്നെ അങ്ങനെ അവരായിരുന്നു ആദ്യം രംഗത്തിറങ്ങിയിരുന്നതെങ്കിൽ ഈ സമരം ഈ സ്ഥിതിയിലേക്ക് എത്തില്ലായിരുന്നു. അതേസമയം കുട്ടികൾ രംഗത്തിറങ്ങിയത് കൊണ്ട് തന്നെയാണ് ഇതിന് ഇത്തരമൊരു മാനം വന്നതും അതിനെ സംബന്ധിച്ചൊരു സാമൂഹിക ബോധവൽക്കരണമുണ്ടായതും അതിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു ചിന്തയുണ്ടായതും എല്ലാം അതുകൊണ്ട് തന്നെയാണ് ഇല്ല ഉണങ്ങിക്കിടന്ന കരിയില കൂട്ടിയിട്ടിരിക്കുന്നിടത്ത് അല്പം തീയിലേക്ക് പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നത് പോലെയായി ഈ പ്രതിപക്ഷത്തിൻ്റെ വരവും അവരുടെ നിലപാടും. അത് വളരെ പെട്ടെന്ന് ആളിക്കത്തി. ഒരുപക്ഷെ ഇത് ശേഖരിക്കാനും കത്തിക്കാനുമൊക്കെ ഒരുക്കുന്ന ദൗത്യമായിരുന്നു പ്രതിപക്ഷം ഏറ്റെടുത്തിരുന്നതെങ്കിൽ അവസാന ഘട്ടത്തിലെത്തുമ്പോഴേക്കും അവർ തളർന്നു പോകുമായിരുന്നു. പതിവ് പടി രാഹുൽ ഗാന്ധിയുടെ ഒരൊറ്റയാൾ പോരാട്ടമായി ഇതങ്ങ് അവസാനിക്കുമായിരുന്നു. പക്ഷേ അത് കഴിയാത്തവണ്ണം സെലിബ്രിറ്റികൾ അടക്കമുള്ളവർക്ക് പിന്തുണയ്ക്കേണ്ടി വന്നത് മറിച്ചൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരം കാരണങ്ങളാണ് ഈ സമരത്തെ വിജയിപ്പിക്കുന്നതിന് കാരണമായി മാറിയത്.